മൺഡേ കമന്റ് ബോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറെ കാലത്തിന് ശേഷമാണ് നമ്മളിപ്പോൾ മൺഡേ കമന്റ് ബോക്സ് എടുക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ 2 മാസത്തിലേറെ ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഇന്നത്തെ മൺഡേ കമന്റ് ബോക്സ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ആദ്യത്തെ കമന്റ് അരുൺ രാജ് 4200 എന്ന ചാനലിൻ്റെയാണ്. ഇലക്ട്രോണിക്സ് പഠിച്ചത് സ്വയം ആണോ? മോഡേൺ ഇലക്ട്രോണിക്സ് മെക്കാനിക്സ് അപ്ഡേറ്റ് ആവാൻ എന്ത് ചെയ്യണം? ഓഡിയോ അസംബ്ലി പഠിക്കാൻ. അതിനോട് തന്നെ കണക്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു കമൻ്റാണ് ജേസൺ ടോമി 6829 എന്ന ചാനലിൻ്റെയാണ്. ബ്രോ, സ്വന്തമായ ഒരു ആംപ്ലിഫയർ ഉണ്ടാക്കാൻ ഒരു ആഗ്രഹമുണ്ട്. ഞാൻ ഇലക്ട്രോണിക്സ് ഒന്നും പഠിച്ചിട്ടില്ല. ഒരാഗ്രഹത്തിൻ്റെ പുറത്ത് ചെയ്യുന്നതാണ്. എന്തെങ്കിലും വഴിയുണ്ടോ സ്വന്തമായി ഒരു ആംപ്ലിഫയർ ഉണ്ടാക്കാൻ? അപ്പോൾ പഴയ ഒരു വീഡിയോ ഇട്ടായിരുന്നു നമ്മൾ. അതായത് ഇലക്ട്രോണിക്സ് പഠിക്കുന്നത് ആംപ്ലിഫയർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാവരുത്, കൂടുതൽ എന്തെങ്കിലും മെച്ചപ്പെട്ട കാര്യങ്ങൾ, ഒരു പുതിയ ഇന്നോവേറ്റീവായ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇലക്ട്രോണിക്സ് പഠിക്കുക. എന്തെങ്കിലും അതായത് ലോകത്തിന് ഉപകാരപ്പെടുന്ന എന്തെങ്കിലും കാര്യങ്ങൾ. ലോകം മീൻസ് നമ്മളെ ലോകത്തിലും മനുഷ്യന്മാർക്ക് അല്ലെങ്കിൽ മറ്റെന്തിനായാലും ആളുകൾക്ക് അത് ഒഴിച്ചുകൂടാനാവാത്ത, നമ്മളെ അംബാനി ജിയോ കണ്ടുപിടിച്ച പോലെയൊക്കെ നമുക്കത് ശീലമായിപ്പോയല്ലോ. അപ്പോൾ അതുപോലെ ഒഴിച്ചുകൂടാനാവാത്ത ടൈപ്പ് എന്തെങ്കിലും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള, വളരെ വില കുറവിലോ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ നമുക്ക് ഈ ഇലക്ട്രോണിക്സ് പഠിച്ചവർക്കോ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ഐഡിയ ഉള്ളവർക്കോ പറ്റും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഞാൻ അന്നത്തെ ആ ഷോർട്ട് വീഡിയോയിൽ ഉദ്ദേശിച്ചത്. പക്ഷേ അതിനിടയിലും ഏറ്റവും കൂടുതൽ ആളുകൾ ഈ ആംപ്ലിഫയർ ഉണ്ടാക്കാൻ എന്തൊക്കെയാണ് വഴി, അതെങ്ങനെ പഠിക്കുക എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഇലക്ട്രോണിക്സ് പഠിച്ചവർക്കും പഠിക്കാത്തവർക്കും ഇപ്പോഴത്തെ ആംപ്ലിഫയറുകൾ ഉണ്ടാക്കാം. ആംപ്ലിഫയറുകൾ ബോർഡല്ല നമ്മൾ ഉണ്ടാക്കുന്നത്. നമ്മളിപ്പോൾ ഇതേപോലെ ഒരു ആംപ്ലിഫയറിന് വേണ്ട ബോർഡുകൾ കണക്ട് ചെയ്തിട്ട് ഒരു ആംപ്ലിഫയർ ആയിട്ട് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു ആംപ്ലിഫയറിൻ്റെ ബോർഡ് ഡിസൈൻ ചെയ്യുക, ആ ആംപ്ലിഫയറിൻ്റെ ബോർഡ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് ശരിക്കും ഒരു ഇലക്ട്രോണിക്സ് ജീനിയസിന് പറ്റും. അല്ല, നമുക്കിപ്പോൾ ഏതൊരു എഴുത്തും വായനയും അറിയുന്ന ആക്കും, ഒരു വിധം ടെക്നിക്കലി കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കാൻ പറ്റിയൊരാക്കും ഇങ്ങനെ ഒരു ആംപ്ലിഫയർ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാം. കാരണം ഇതിൻ്റെ ഇൻപുട്ടിലെ വോൾട്ടേജ് എത്രയാണ് അവിടെ എഴുതിയിട്ടുണ്ട്, ഔട്ട്പുട്ടിൽ എന്താണെന്ന് എഴുതിയിട്ടുണ്ട്, എവിടെ സിഗ്നൽ കൊടുക്കണം എന്ന് എഴുതിയിട്ടുണ്ട്. അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് വരുന്ന എല്ലാ ബോർഡുകളുടെ മുകളിലും ഡീറ്റെയിൽ ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അത് കണ്ട് മനസ്സിലാക്കിയിട്ട് കൊടുക്കാൻ പറ്റുന്നവർക്കോ അല്ല ആരോടെയും ചോദിച്ച് മനസ്സിലാക്കി ചെയ്യാൻ പറ്റുന്നവർക്കോ വളരെ സിമ്പിളായിട്ട് ഏത് ആംപ്ലിഫയറും ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോഴത്തെ കാലത്തുള്ള ആംപ്ലിഫയർ ഉണ്ടാക്കുക പറഞ്ഞാൽ പണ്ടത്തിനായിട്ട് എത്രയോ സിമ്പിളാണ്. കാരണം ഡിജിറ്റൽ റിമോട്ട് കിറ്റോ മറ്റൊക്കെ ചെയ്യുകയാണെങ്കിൽ വളരെ സിമ്പിളാണ്. ഒരുപാട് വയറിങ് ഒന്നും ഒക്കെ സിമ്പിളാണ്, ഒക്കെ ലാഭമാണ്. അത്രയും പണികളൊന്നുമില്ല. വേണമെങ്കിൽ മാത്രം നമുക്കൊരു കൺട്രോളോ മാസ്റ്റർ കൺട്രോളോ അല്ലെങ്കിൽ സബ് കൺട്രോളോ വെക്കാം. അപ്പോൾ അങ്ങനത്തെ ആംപ്ലിഫയർ ഉണ്ടാക്കാൻ നിങ്ങൾ സ്വയം ശ്രമിച്ച് പഠിച്ചെടുക്കുക. ഇപ്പോൾ വരുന്ന കാലത്തുള്ള ഈ ബോർഡുകളൊക്കെ കണക്ട് ചെയ്യാൻ ഇലക്ട്രോണിക്സ് പഠിക്കണം നിർബന്ധമില്ല എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പേക്ക് പറഞ്ഞ കമൻറ്റിനുള്ള ഒരു ഉത്തരവായിട്ട് ഉദ്ദേശിച്ചത്. അടുത്ത കമൻറ്റ് ജോൺ ജിത്ത് എന്ന ആളുടെയാണ്. 5.1 ആംപ്ലിഫയറിൽ കരോക്കെ പാടുമ്പോൾ സുഖം കിട്ടില്ല. അപ്പോൾ കരോക്കെ പാടാനുള്ള സമയത്ത് ആ ആംപ്ലിഫയർ 2.1 ആക്കണം. അത് സ്വിച്ച് വെച്ച് എങ്ങനെ ആക്കാൻ പറ്റും? സ്വിച്ച് വെച്ച് അങ്ങനെ ആക്കാൻ പറ്റുമോ? സ്വിച്ച് അമർത്തിയാൽ 2.1 ആവണം. അങ്ങനെ ആക്കാൻ കഴിയുമോ ഒരു ആംപ്ലിഫയർ? വളരെ സിമ്പിളാണ്. ഒരു സ്വിച്ച് വെച്ച് കണക്ട് ചെയ്യാറുണ്ട്. അതിന് സ്വിച്ചിങ്ങിൻ്റെ ഒരു ആവശ്യം വരുന്നത് നമ്മുടെ പ്രോലോജിക്കിൻ്റെയും നമ്മൾ കയറി വരുന്ന 5.1ൻ്റെയും ആ ചേഞ്ചിങ്ങിന് വേണ്ടി മാത്രം അതിനകത്ത് സ്വിച്ചിങ് ഉണ്ടാവും. അത് 2.1 ആക്കാനുള്ള ഓപ്ഷൻ മറ്റൊരു സ്വിച്ച് എക്സ്ട്രാ കൊടുക്കേണ്ടി വരും. അതായത് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഒരു കരോക്കെയോ മറ്റോ പാടുമോ മൈക്ക് ഈ ആംപ്ലിഫയറിൻ്റെ ഇൻപുട്ട് കൊടുത്തു കഴിയുമോ ഇതിനകത്തുള്ള 5.1 സെക്ഷൻ, അതിനകത്ത് ആ 3 സെക്ഷൻ സെൻറ്റർ സറൗണ്ടും കട്ടായിട്ട് ഫ്രണ്ട് ചാനലും സബും മാത്രമായി മാറണം എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ അതൊരു സ്വിച്ചിങ് എക്സ്ട്രാ നിങ്ങൾ കൊടുത്തിട്ട് നിങ്ങൾ ഈ കരോക്കെ ഇടുമ്പോൾ ആ സിഗ്നൽ സറൗണ്ടിൻ്റെയും സെൻറ്ററിൻ്റെയും കണക്ഷൻ കട്ടാവുന്ന രൂപത്തിൽ കൊടുത്താൽ തന്നെ നിങ്ങൾ പ്രശ്നം കഴിഞ്ഞു. ഏറ്റവും സിമ്പിളായിട്ട് കണക്ട് ചെയ്യാൻ അതായിരിക്കും ഏറ്റവും എളുപ്പ വഴി. അതല്ല എങ്കിൽ നമ്മൾ കൺട്രോൾ ലെവലിലുള്ള സിഗ്നൽ കട്ട് ചെയ്ത് കൊണ്ടുവരുമ്പോൾ നമുക്ക് കുറേ കൺഫ്യൂഷൻസ് ഉണ്ടാകും. ഏറ്റവും സിമ്പിൾ, നമുക്കൊരു സ്വിച്ച് വെച്ചിട്ട് ജസ്റ്റ് ആ അതിലേക്കുള്ള കണക്ഷൻ മൊത്തം ഓഫ് ചെയ്യുക. അത് സെപ്പറേറ്റ് കൺട്രോൾസ് ഉള്ള ടൈപ്പാണ് എന്ന് വിചാരിക്കുക. സെപ്പറേറ്റ് മാനുവൽ ഒരു 5.1 ആണെങ്കിൽ അതിൽ സെൻറ്ററും സറൗണ്ടും കുറച്ചിട്ടാൽ 2.1 ആയില്ലേ. എൻ്റെ അഭിപ്രായത്തിൽ അങ്ങനെ ഒരു സിമ്പിൾ സ്വിച്ച് ബോർഡിലേക്ക് കണക്ഷൻ കയറുന്നത് കട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും സിമ്പിൾ എന്ന് തോന്നുന്നു. അപ്പോൾ അതുപോലെ ചെയ്ത് നോക്കുക. മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ ഈ വീഡിയോയുടെ അടിയിൽ കമൻറ്റ് ചെയ്യുക. നമുക്കത് ഒരു ചെറിയ ഷോർട്ട് വീഡിയോ ആക്കി ചെയ്യാം. അടുത്ത അവൻ്റെ ജിഷ്ണു 8698 എന്ന ചാനലിൻ്റെയാണ്. സ്പീക്കർ വൈബ്രേഷൻ കൊണ്ട് അതിൻ്റെ ടിൻസൽ വയർ കട്ടാവുമോ? ഞാൻ വാങ്ങിയ ഒരു 12 ഇഞ്ച് സബ്വൂഫർ ഒരു മാസം കഴിഞ്ഞപ്പോൾ അതിൻ്റെ ടിൻസൽ വയർ അഥവാ ലേഡ് വയർ കട്ടായി. എന്തായിരിക്കും കാരണം? മൺഡേ കമന്റ് ബോക്സിൽ പറയാമോ? അപ്പോൾ കാരണം എൻ്റെ അറിവിൽ പറയാനുള്ളത്, ഇപ്പോൾ ഒന്നുകിൽ അത് ഒരു ലോക്കൽ സബ്വൂഫറായിരിക്കും, വല്ല പറഞ്ഞതോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഉടായ്പ കമ്പനി അങ്ങനെ പറയാം. അതുമാത്രമല്ല സ്പൈഡർ വിട്ടുപോകാൻ ചാൻസ് ഉണ്ട്. കോൺ പേപ്പറിൻ്റെ സറൗണ്ടിൽ നിന്ന് കോൺ വിട്ടുപോകാൻ ചാൻസ് ഉണ്ട്. സറൗണ്ടിൻ്റെ മുകളിൽ നിന്നുള്ള ഫ്രെയിമിൽ നിന്നുള്ള കണക്ഷൻ അതായത് ഗമ്മ് വിട്ടുപോകുന്നുണ്ട്. അങ്ങനത്തെ ഒരുപാട് സാധനങ്ങൾ എനിക്ക് കിട്ടുന്നുണ്ട്. നമ്മൾ നോക്കുമ്പോൾ ആ ടിൻസിൽ വയർ ഈ വൂഫറിനകത്തോട്ട് അതായത് കോണിൻ്റെ അകത്തേക്ക് കയറുന്ന ഭാഗത്ത് ചിലപ്പോൾ അവിടെ ഗം ഇട്ടിട്ടുണ്ടാവില്ല. അതല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും
തരത്തിൽ ഇപ്പോൾ ഒരു ഇളകാൻ ചാൻസ് ഉള്ളതാണോ, അതായത് പൊട്ടാൻ ചാൻസ് ഉള്ള രീതിയിലാണ് നിൽക്കുന്നതെങ്കിൽ നമ്മൾ എക്സ്ട്രാ എറാൾഡൈറ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഗം ഉപയോഗിക്കുക. നിങ്ങൾക്കിപ്പോൾ ഈ ഒരു ആവശ്യത്തിന് വേണ്ടി, ഒരു സ്പീക്കറിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് അതിൻ്റെ കംപ്ലീറ്റ് ഗമ്മ് വാങ്ങി വരാനില്ല. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് നമ്മളെ എനാബോണ്ട് പോലുള്ള ഏതെങ്കിലും സിമ്പിൾ ഗം ഉപയോഗിച്ചിട്ട് അത് സെറ്റ് ചെയ്യുക. അടുത്ത കമൻറ്റ് ഓമനക്കുട്ടൻ CV എന്നാളുടെയാണ്. ചേട്ടൻ്റെ എല്ലാ ആംപ്ലിഫയർ ഉണ്ടാക്കുന്ന വീഡിയോയും ഞാൻ കാണും. ഇന്ത്യയിൽ ആദ്യമായി ഓഡിയോ ആംപ്ലിഫയർ ഉണ്ടാക്കിയ അമർനാഥ് അഹൂജയെ കുറിച്ചൊരു വീഡിയോ ചെയ്യാമോ? അമർനാഥ് അഹൂജ, ഇദ്ദേഹത്തെ കണ്ടിട്ടുണ്ടോ? ഇതാണ് അമർനാഥ് അഹൂജ. അഹൂജ ഓഡിയോ അല്ലെ അഹൂജ റേഡിയോസ്, അഹൂജ ആംപ്ലിഫയറിൻ്റെ ഒക്കെ ഒരു സ്ഥാപകൻ, അഹൂജ എന്ന കമ്പനിയുടെ സ്ഥാപകൻ എന്ന് വേണം പറയാം. ഇന്ത്യൻ കാലാവസ്ഥയ്ക്ക് സൂട്ടബിൾ ആയിട്ടുള്ള തരത്തിലുള്ള ഒരു ആംപ്ലിഫയർ ആദ്യമായിട്ട് ഫാക്ടറി ലെവലിൽ അത് നിർമ്മിച്ചെടുത്ത് മാന്യമായ വിലക്ക്, ആർക്കും പെട്ടെന്ന് ഒന്ന് വാങ്ങാൻ പറ്റിയ രീതിയിലുള്ള മാന്യമായ വിലക്ക് നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിൽ എത്തിച്ച ആ ഒരു വ്യക്തിയാണ് ഈ നമ്മളെ അമർനാഥ് അഹൂജ. അപ്പോൾ ഇദ്ദേഹം 1916 ഡൽഹിയിൽ ജനിച്ചു. അതിൻ്റെ ശേഷം ഇതുപോലെ ഒരുപാട് നമ്മളെ ഈ പരിപാടികൾ അന്നത്തെ കാലത്ത് ബ്രിട്ടീഷുകാരുടെ കാലത്തൊക്കെ എൻ്റെ വായിച്ചറിവാണ്, എൻ്റെ കേട്ടറിവാണ്. അതായത് അദ്ദേഹം ഇങ്ങനെയുള്ള ഈ അനൗൺസ്മെൻറ്റ് അങ്ങനത്തെ കാര്യങ്ങൾ ഈ പബ്ലിക് ആയിട്ട് സ്പീക്കിങ്ങുള്ള ഏരിയകളിൽ ഈ പണ്ടത്തെ ഹോണ്, കോളാമ്പി എന്നൊക്കെ പറയില്ല, നമ്മൾ ആ സാധനം ഉപയോഗിച്ചിട്ടുള്ള സിസ്റ്റങ്ങളാണ് ഉപയോഗിച്ചിരുന്നത്, പബ്ലിക് അഡ്രസ് സിസ്റ്റമായിട്ട്. അപ്പോൾ അതിനുള്ള സെറ്റിങ്ങിനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ഇദ്ദേഹം പോയിട്ട് ചെറുപ്പകാലത്തൊക്കെ ഹെൽപ്പിന് പോവുകയും അങ്ങനെയൊക്കെയുള്ള രീതിയിൽ ഇതിനോട് കൂടുതൽ ഇൻട്രസ്റ്റ് ആയിട്ട് കാണിച്ചിരുന്ന ഒരാളാണ് ചെറുപ്പത്തിലെ. അദ്ദേഹം പിന്നീട് ഇതിനെപ്പറ്റി കൂടുതൽ പഠിക്കുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്തിട്ട് 1942 A25 എന്ന മോഡൽ, അഹൂജയുടെ A25 എന്ന മോഡൽ ഫസ്റ്റ് ആംപ്ലിഫയർ മാർക്കറ്റിൽ ഇറക്കിയത്. അതിനുശേഷം 1958 അദ്ദേഹം, അതായത് അഹൂജ സൗണ്ട് എക്യുപ്മെന്റ്സ് എന്നുള്ള നമ്മുടെ ആ കമ്പനി നമ്മുടെ ഇന്ത്യയിൽ ആദ്യമായിട്ട് സ്ഥാപിച്ചത്. അപ്പം അങ്ങനെയൊക്കെയാണ് അദ്ദേഹത്തിന്റെ കഥകൾ. അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയണം എന്നാണ് ഇദ്ദേഹം ആഗ്രഹിക്കുന്നത്. അപ്പം അങ്ങനെ പറയേണ്ട ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും നമുക്ക് അതിനെ പറ്റിയൊരു ഡീറ്റെയിൽ വീഡിയോ ഉണ്ടാക്കാം. അദ്ദേഹത്തിന്റെ ജനനം മുതൽ ഇപ്പോൾ ഒരു ചെറിയ ഷോർട്ടായിട്ട് ഇപ്പോൾ കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതിൽ അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ പറയാനുണ്ട്. അതായത് എങ്ങനെയാണ് അദ്ദേഹം ഇതിലേക്കൊക്കെ വരേണ്ടത്, ഇതിന് വേണ്ടിയിട്ട് എന്തൊക്കെ ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ട്, എന്തൊക്കെ തരം അധ്വാനം, ഇന്നത്തെ പോലെ ഗൂഗിളോ അല്ലെങ്കിൽ മെയിലോ ഒന്നും ചെയ്യാനില്ലാത്ത കാലത്ത് അതായത് ഇങ്ങനെ കണ്ടെത്തി ഇത്രയും പാർട്സുകളൊക്കെ അവൈലബിൾ ആക്കിയതൊക്കെ എങ്ങനെയാണെന്നുള്ളതൊക്കെ കുറച്ച് ടാസ്ക് തന്നെയാണ് ഞാൻ മനസ്സിലാക്കി. അപ്പോൾ നമുക്ക് പിന്നീടൊരു അവസരത്തിൽ ഒരു ഡീറ്റെയിൽ വീഡിയോ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ കമൻറ്റ് ബോക്സിൽ 5 കമൻസാണ്, ശരിക്കും 5 ആൻസറാണ് കമൻസിനുള്ളത്. അതായത് ലാസ്റ്റ് കമൻറ്റ് നിതിൻ ഡെൽറ്റ എന്ന ചാനലിലാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെത് കമൻറ്റിനോ ഉത്തരം പറയാനോ അല്ല, നിങ്ങൾക്ക് ഇത് സ്ക്രീൻഷോട്ട് എടുത്താലും ഇതും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം. അതായത് സബ്വൂഫറിൻ്റെ ബേസ് മെയിൻലി എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളതാണ്, എന്തൊക്കെ ആശ്രയിച്ചാണ് എന്നുള്ളതിനെ പറ്റി ചെറിയ തോതിൽ ഇദ്ദേഹം ഈ കമൻറ്റിൽ ചേർത്തിട്ടുണ്ട്. അതായത് സബ്വൂഫർ ബേസ് മെയിൻലി ഡിപ്പെൻഡ്സ് ഓൺ ലോ പാസ് ഫിൽറ്റർ ഡിസൈൻ. അപ്പോൾ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ ക്രോസ് ഓവർ കറക്റ്റായില്ലെങ്കിൽ നമ്മളിപ്പോൾ എത്ര തന്നെ മുന്തിയ സബ് വെച്ചിട്ടും കാര്യമില്ല. അടുത്ത് രണ്ടാമത് പറഞ്ഞ ലോ പാസ് ഫിൽറ്റർ കട്ട് ഓഫ് ഫ്രീക്വൻസി സെറ്റ് ടു 70 to 80 Hz, 70 to 80 Hz മേലോട്ട്. അടുത്ത ലോ പാസ് ഫിൽറ്റർ ക്യൂ ഫാക്ടർ, പിന്നെ കട്ട് ഓഫ് ഫ്രീക്വൻസി സ്ലോപ്പ് 12 dB ഫോർ ബേസ് വിത്ത് സം വോക്കൽ, അതുപോലെ 18 dB ഫോർ നോർമൽ ബേസ്, 24 dB ഫോർ ഡീപ് ബേസ്. അങ്ങനെ ഓരോന്നായിട്ട് പ്രത്യേകിച്ച് ഇത് എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ ഇതൊരു സാധാരണ ഒരു വ്യക്തിക്ക് ഇത് വായിച്ച് മനസ്സിലാക്കാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, കുറച്ച് മെനക്കെടുണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ഏതെങ്കിലും മനസ്സിലാകാത്തുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ നമുക്ക് ഈ പ്രാവശ്യം കമൻറ്റുകൾ സെർച്ച് ചെയ്തിട്ട് ഒരുപാട് ആളുകൾക്ക് ഓർഡറിനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണുള്ളത്, എന്താ സംശയങ്ങളായിട്ടുള്ളത് കുറവ് കണ്ടുകൊണ്ടാണ് ഞാൻ ഈ 5 കമൻസ് എടുത്തത്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ മനസ്സിലാക്കി പഠിക്കാം. ഇതിനോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ സംശയം ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ വീഡിയോ ആക്കാം. അപ്പോൾ ഇന്നത്തെ മണ്ടേ കമൻറ്റ് ബോക്സിൽ കുറേ കാലത്തിന് ശേഷമുള്ളതായതുകൊണ്ടും പിന്നെ നമ്മളെ റിവീഡ് സെറ്റപ്പ് മാറിയിട്ടുണ്ട്, പഴയ ലൊക്കേഷൻ അല്ല. അപ്പോൾ അതുകൊണ്ടുള്ള ഒരു ചേർച്ചയില്ലായ്മയോ എന്തൊക്കെയോ എനിക്ക് തോന്നുന്നുണ്ട്. എനിക്കൊരു ഫ്രീഡം കിട്ടുന്നില്ല, ഒരു സിങ്ക് ആവുന്നില്ല. കുറച്ച് സമയം എടുക്കുമായിരിക്കും, അപ്പോഴത്തേക്ക് റെഡി ആവുമായിരിക്കും. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ കൊണ്ടാണ് കുറച്ച് വൈകിയത്. പിന്നെ നമ്മളുടെ അസുഖം അതൊക്കെ പാടെ കുറേ ഡിലേ വന്നു, കാര്യങ്ങളൊക്കെ നേരെ വരുന്നു എന്ന് വിചാരിക്കുന്നു. പിന്നെ ഒരുപാട് പെൻഡിങ് വർക്ക് ഉള്ളത് ചെയ്ത് തീർത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തന്നവരൊക്കെ ഇത്രയും ശ്രമിച്ചു, ഇത്തിരി സമയം കൊണ്ട് എല്ലാം ക്ലിയർ ചെയ്ത് തരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം.